ഹൈക്കോടതിയുടെ ആന എഴുന്നള്ളത്ത് മാർഗനിർദ്ദേശത്തിനെതിരെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ഉത്സവ രക്ഷാ സംഗമത്തിൽ പരസ്പരം പരിഹസിച്ച് കെ സുരേന്ദ്രനും വി എസ് സുനിൽകുമാറും. എല്ലാ കാര്യത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതിലും ഒരുമിച്ച് നിന്ന് നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. നിയമസഭ പാസാക്കിയാൽ ഗവർണർ ഒപ്പിടുമോ എന്നായിരുന്നു സുനിൽകുമാറിന്റെ പരിഹാസം. ജല്ലിക്കെട്ട് നിയമപരമാക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് നിയമസഭ പ്രത്യേക നിയമനിർമ്മാണം നടത്തി അതിപ്പോ നിയമത്തിന്റെ ഭാഗമായിട്ട് അവിടെ മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലാണെങ്കിൽ തമിഴ്നാടിനെ പോലെയല്ല, വളരെ ഐക്യത്തിലാണ് പ്രതിപക്ഷവും ഭരണകക്ഷിയും. നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനെതിരായിട്ടുള്ള ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല. തമിഴ്നാട് ജല്ലിക്കെട്ട് വിഷയത്തിൽ കൊണ്ടുവന്ന നിയമനിർമ്മാണം പോലെ കേരളത്തിലും നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നായിരുന്നു സുരേന്ദ്രന്റെ ആവശ്യം. എല്ലാ കാര്യത്തിലും ഐക്യത്തിലുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതിലും ഒന്നിച്ചു നിൽക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നിയമസഭ പാസാക്കി കഴിയുമ്പോൾ ബിജെപിക്കാരനായ ഗവർണർ ഒപ്പിടാതിരിക്കരുത് എന്നായിരുന്നു സുനിൽകുമാറിന്റെ മറുപടി. നിയമപരിരക്ഷയോടുകൂടി നടത്താൻ ഉതകും വിധമുള്ള ഒരു നിയമനിർമ്മാണം കേരള ഗവൺമെന്റ് കൊണ്ടുവരണമെന്ന കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. അത് എല്ലാവരും ഇപ്പൊ ഇന്നലെ വേണം ബിജു പറഞ്ഞ പോലെ നിയമസഭ പാസായി കഴിയുമ്പോൾ ഗവർണർ ഒപ്പുവെക്കേണ്ടിരിക്കരുത്. അതാണ് പ്രശ്നം. പരസ്പരം പരിഹരിച്ചെങ്കിലും കോടതി വിധി അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് ഇരുവർക്കും. സംഗമം മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പെരുവനം കുട്ടന്മാരാർ, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മീഡിയ 1 തൃശൂർ.